ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം സ്വദേശി വിഭജിക്കയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സംരക്ഷണത്തിൽ. കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാൻ വിഭജിക്കയുടെ ഭർത്താവ് നിതീഷ് നടത്തിയ ശ്രമം വിഭജിക്കയുടെ അമ്മ ശൈലജ തടഞ്ഞിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന അമ്മയുടെ പരാതിയിൽ ഷാർജ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് വിഭജിക്കയുടെ കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ തടഞ്ഞത്. പിതാവെന്ന അവകാശം ഉപയോഗിച്ചാണ് മൃതദേഹം മോർച്ചറിയിൽ നിന്ന് നിതീഷ് സംസ്കരിക്കാനായി കൊണ്ടുപോയത്. എന്നാൽ UAE-യിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇത് തടയുകയായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, NK പ്രേമചന്ദ്രൻ MP, V മുരളീധരൻ എന്നിവരുടെ ഇടപെടലിലാണ് ഇത് തടഞ്ഞത്. മകൾ വിഭജിക്കയെ ഭർത്താവ് നിതീഷും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന അമ്മയുടെ മൊഴിയാണ് നിർണായകമായത്. ഇത് സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. നിതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് കാണിച്ച് വിഭജിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത് നീക്കം ചെയ്യപ്പെട്ടു. ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിൽ നിതീഷിന് പങ്കുണ്ടെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു. വിഭജികയുടെ ഫോൺ നിലവിൽ കണ്ടെത്താനായിട്ടില്ല. ഈ ഫോൺ കേസന്വേഷണത്തിൽ നിർണായകമാണ്. വിഭജികയുടെ കൂടെ ഉണ്ടായിരുന്ന മെയ്ഡിനെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച വിശദമായ പരാതി ഷാർജ പോലീസിന് നൽകിയിട്ടുണ്ട്. കോൺസുലേറ്റിന്റെ സഹായത്തോടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മരണം സംബന്ധിച്ച വിവരങ്ങൾ കോൺസുലേറ്റ് ഷാർജ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.